CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്. വില കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന മുനമ്പം ജനതയ്ക്ക് നീതി നടപ്പാക്കാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം തീരദേശവാസികളുടെ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിന്റെ ഭാഗമായി CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ആവശ്യപ്പെട്ടു. വില കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന മുനമ്പം കടപ്പുറത്തെ ജനതയ്ക്ക് നീതി നടപ്പാക്കാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയെ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്നും ഇപ്പോഴുള്ള കാലതാമസം ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ജോസഫ് ജൂഡ് ചൂണ്ടിക്കാട്ടി. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, KRLCBC ഡെപ്യൂട്ടി സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു അറക്കത്തറ, കുടുംബി സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് AS ശ്യാംകുമാർ, SNDP മുനമ്പം ശാഖ പ്രസിഡന്റ് മുരുകൻ കാതികുളത്ത്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, KLCWA സംസ്ഥാന ട്രഷറർ റാണി പ്രദീപ്, KCYM സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ്, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ, മുനമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി തറയിൽ CP, ചെയർമാൻ ജോസഫ് റോക്കി, വൈസ് ചെയർമാൻ ജോസഫ് ബെന്നി, കോട്ടപ്പുറം രൂപത KLCA പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ, CSS കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് ജിസ്മോൻ ഫ്രാൻസിസ്, KCYM വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് രാജീവ് പാട്രിക്, KLCA വരാപ്പുഴ അതിരൂപത നേതാക്കളായ ബാബു ആന്റണി, CB ജോയ് എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് കളക്ടറേറ്റിന്റെ തെക്കേ ഗേറ്റിലേക്ക് റാലി നടന്നു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് മുനമ്പം തീരദേശവാസികളും വിവിധ സമുദായ നേതാക്കളും വൈദികരും സന്യസ്തരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ റാലിയിൽ പങ്കെടുത്തു. 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സമാധാനപരമായാണ് റാലിയും ധർണയും നടന്നത്. നൂറ്റാണ്ടുകളായി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഈ കുടുംബങ്ങൾ 36 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജിൽ നിന്ന് ഭൂമി വാങ്ങി നിയമാനുസൃതമായി പോക്കുവരവ് നേടി സ്വത്തവകാശം സംരക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ 2022 വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് സർക്കാർ ഈ കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. മുനമ്പം തീരദേശവാസികൾക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഈ മുനമ്പൻ ജനത്തോടൊപ്പം ഉണ്ട് എന്നുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ സമരം ഇവിടെ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അൽഫാം ഉണ്ട്, ബീഫ് റിബ്. അങ്ങനെയാണോ? സ്പെഷ്യൽ ഗ്രീക്ക് സലാഡ് എടുക്കാം. ഏട്ടാ ഒരു അൽഫാം മന്തി, ഒരു കിസ്റ്റം. ഏട്ടാ ഒരു മിറാഷ് മന്തി. ഇനി മതി വരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.